ഞങ്ങളുടെ കോംബോ ഭയങ്കര വർക്കൗട്ട് ആയിട്ടുണ്ട്. മനസ്സിലായില്ല എന്തിനാണ് ആൾക്കാർ ഇത്ര അധികം മെസ്സേജ് അയച്ചിട്ട് ഇവരുടെ ഒരു ഇന്റർവ്യൂ എടുക്കുമോ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കണേന്ന്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം അലൻ ജോസ് പെരേര. അലന്റെ ഡയറക്ടറാണോ അലന്റെ നടനാണോ അടിപൊളിയായിട്ട് തോന്നിയത്? നീ പ്രൊഡ്യൂസർ കൂടിയാണോ? അപ്പൊ ഈ പൈസ കിട്ടുന്ന പൈസ വരുമാനം ഒരു ദിവസം 13,000 വരെ. നീ എന്റെ അടുത്ത് പൈസയുടെ കണക്ക് പറയുമ്പോ ദൈവത്തോട് നോക്കി കണ്ടും പറയണം. ഫോട്ടോജി പോയിട്ട് പൊളിക്കുക എല്ലാവരും പോലെ, എല്ലാ കൊച്ചിക്കാരെ പോലെ. അത് റിസ്ക് ആണ്. എന്തിനാ റിസ്ക് എടുക്കണേ? ഫൈവ് ഉള്ളതുകൊണ്ട് ആൾക്കാരുടെ പ്രതി. എന്താ പ്രൊഫഷൻ? എന്താ? ഞാൻ ഡോക്ടറാണ്. ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഏത് സെക്ഷനാണ് നോക്കുന്നത്? സൈക്കാട്രി ആണ്. അടിപൊളി. നമുക്ക് ചെറിയൊരു ടാസ്കിലേക്ക് പോയാലോ? അലൻ റെഡിയാണോ? അപ്പൊ തുടങ്ങാല്ലേ? ഒന്നുകൂടി തിരിച്ച് കഴിഞ്ഞു. സുഹൃത്തുക്കളെ, ഇതെന്താന്ന് എനിക്ക് പോലും മനസ്സിലായിട്ടില്ല. ഓക്കെ, ഞാനും തോറ്റു. പറയൂ, എന്താണ് ഉത്തരം? കൊണ്ടുപോടാ, ഒലക്ക് കൊണ്ടുപോവാ. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ രണ്ട് അതിഥികളുണ്ട്. ഞങ്ങളുടെ കോംബോ ഭയങ്കര വർക്കൗട്ട് ആയിട്ടുണ്ട്. കാരണം എനിക്കറിയില്ല എന്തിനാണ് ആൾക്കാർ ഇത്ര അധികം മെസ്സേജ് അയച്ചിട്ട് ഇവരുടെ ഒരു ഇന്റർവ്യൂ എടുക്കുമോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണേന്ന്. ആ പ്രേക്ഷകരുടെ അഭ്യർത്ഥന പ്രകാരം ഞാൻ വീണ്ടും ആ ഇന്റർവ്യൂവിലേക്ക് കിടക്കുകയാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം അലൻ ജോസ് പെരേര ആൻഡ് പമ്പ. നമസ്കാരം, വെൽക്കം ടു അവർ ഷോ. എന്താണ് വിശേഷങ്ങളൊക്കെ? സുഖമാണോ? സുഖമാണ്. ക്രിസ്മസ് ഒക്കെ എങ്ങനെയുണ്ടായി? ക്രിസ്മസ് അടിച്ചു പൊളിച്ചു. എവിടെയായിരുന്നു ക്രിസ്മസ്? ക്രിസ്മസ് ഇവിടെയായിരുന്നു. ഇവിടെ അലന്റെ കൊച്ചിയിലായിരുന്നു. കൊച്ചി തന്നെ. നമ്മൾ കൊച്ചിക്കാർക്ക് ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ തന്നെയാണല്ലോ ഏറ്റവും വലിയ ആഘോഷം. ന്യൂ ഇയറിന് എന്താ പരിപാടി? ന്യൂ ഇയറിന് ഫോട്ടോ ചിപ്പ് പോകണം. തീരുമാനം. കൊച്ചിക്കാരാ? നീ കൊച്ചി തന്നെയല്ലേ? ഇനി എന്തിനാ വീണ്ടും പോണേ? വേറെ എന്തെങ്കിലും പരിപാടികളുണ്ടോ? വേറെ ഒന്നും പ്ലാനിങ് ഇല്ല. ഫോട്ടോ ചിപ്പ് പോയിട്ട് പൊളിക്കുക എല്ലാവരും പോലെ, എല്ലാ കൊച്ചിക്കാരെ പോലെ. അതെ, എന്റെ കാര്യത്തിൽ റിസ്ക് ആണ്. എന്തിനാ റിസ്ക് എടുക്കണേ? ഫൈവ് ഉള്ളതുകൊണ്ട് ആൾക്കാരുടെ പ്രതി. കഴിഞ്ഞ ദിവസം സൗമ്യം വന്നിട്ട് അവിടെ സ്റ്റേജിൽ എല്ലാം അടിപൊളിയായിട്ട് പ്രസംഗിച്ചിട്ട് പോയില്ലേ? ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. പിന്നെന്താ പ്രശ്നം അല്ലേ? എന്താണ് അതൊക്കെ പമ്പേരോട് നോക്കട്ടെ. എന്താണ് ആ പ്രത്യേകത? എന്താ ഇപ്പൊ സൗമ്യനെ പോലത്തെ ഒരു കലാകാരനാണ് വന്നതും അലൻ ജോസ് ചെല്ലുന്നതുമായിട്ടുള്ള വ്യത്യാസം എന്താ? കുറച്ചുകൂടെ കളിയാക്കലും കാറ്റ് കോളിംഗ് പോലെയൊക്കെ കൂടുതലായിരിക്കും. അങ്ങനെ നിങ്ങൾ എവിടെയെങ്കിലും ഒരുമിച്ച് പോയപ്പോ ആരെങ്കിലും അങ്ങനെ കളിയാക്കിയിട്ടുണ്ടോ? കളിയാക്കിയിട്ടുണ്ട്. ആരാണ് ഈ കൂട്ടത്തിൽ പെട്ടെന്ന് പ്രതികരിക്കുന്നത്? അലന്റെ ഉള്ളിൽ ഒരു സിംഹം ഗർജിക്കുവോ? അല്ല, നീ ഇത്ര വലിയ സംഭവം. അല്ല, ചൂടനാത്. ഏതോ ഒരു സ്ഥലത്ത് ക്രിക്കറ്റ് കളിക്കുമ്പോ പെട്ടെന്ന് വയലന്റ് ആവണ ഞാൻ കണ്ടായിരുന്നു. പിള്ളേരൊക്കെ ബാറ്റൊക്കെ നീട്ടി പിടിച്ചിട്ട് ചീത്ത പറയണ്ടായിരുന്നു. തല്ലിയായിരുന്നു ആരെങ്കിലും? ഇല്ല, നമ്മള് ചെറിയ പിള്ളേരായതുകൊണ്ട് പിന്നെ ആ തെറി കേട്ട് മനസ്സിലാക്കി, അത്രേ ഉള്ളൂ. തെറി കേട്ട് മനസ്സിലാക്കിയ? സാധാരണ തെറികൾക്ക് ഇടിക്കാനല്ലോ വല്ലത്. പക്ഷെ ഇത് തെറി കേട്ടപ്പോ തിരിച്ച് കൂവാൻ മാത്രമേ നിൽക്കുള്ളൂ ആൾക്കാർ. ഓക്കെ. അവര് കൂവിയുള്ളൂ, തല്ലിയൊന്നുമില്ല. ഞാൻ മെയിനായിട്ട് അത് പ്രാക്ടീസിന് പോയതാ. ക്രിക്കറ്റിന്റെ നമുക്ക് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ട്രൈ ചെയ്യാൻ പോയതാ. പക്ഷെ എന്റെ ഇതൊക്കെ നേരെ നെഗറ്റീവ്സ് ആയിട്ട് വന്നത്, ചെയ്യാറിയാൻ പാടാത്ത രീതിയില്ല. പക്ഷെ നമുക്ക് ഇനി പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു CCL പോലത്തെ ഒരു സംഭവം പ്ലാനിങ് ഉണ്ട്. അലൻജോസിന്റെ നേതൃത്വത്തിൽ ഒരു ടീം വരും. ക്രിക്കറ്റ് മാച്ച് വിത്ത് ആറാട്ടണ്ണൻ. എപ്പോഴും അത് ഓപ്പോസിറ്റ് ആണ്. പുള്ളി ഇപ്പൊ ക്രിക്കറ്റ് കളിച്ച് വൈറലായല്ലോ വീഡിയോയിലൊക്കെ. അതുകൊണ്ടാണ് നീ ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യണേ? അല്ല, വല്ലാത്ത മത്സരം. അത് കണ്ടിട്ടാണോ ആറാട്ടണ്ണൻ? അത് പുള്ളി മറ്റേ ഓൾറെഡി അറിയാ ക്രിക്കറ്റ്, നേരത്തെ പഠിച്ചിട്ടുണ്ട്. സ്കൂളിലേക്ക് പോയപ്പോ പഠിച്ചിട്ടുണ്ട്. ചാമ്പ്യനാണ്. ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, തെറി പറഞ്ഞപ്പോ പിള്ളേര് തിരിച്ച് കൂവിയുള്ളൂ, അവര് തല്ലാൻ വന്നില്ല. സാധാരണ തല്ലാനാ വരാറെന്ന് പറഞ്ഞു. അപ്പൊ തല്ലാൻ വന്നിട്ടുണ്ട് എപ്പോഴെങ്കിലും? മിക്കപ്പോഴും കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി എന്നെ ബൈറ്റ് ചെയ്തായിരുന്നു. എന്തിന്? ഞാനൊന്നും ജസ്റ്റ് എന്നെ മോശമായിട്ടല്ല, എന്റെ വീഡിയോ എന്റെ പെർമിഷനിൽ എടുത്തപ്പോ ഞാൻ ഒരു കാറിൽ തട്ടി. എങ്ങനെ തട്ടിയെന്ന് പറഞ്ഞേ? കാറിന്റെ ചില്ലിൽ. ഇങ്ങനെയോ? ജസ്റ്റ് ലോക്ക് ചെയ്ത്. അപ്പൊ ഇങ്ങനെ കാറിൽ ഫുള്ള് ക്യാമറ എടുക്കുന്നത് ശരിയല്ലല്ലോ. ഇപ്പൊ ചേട്ടനാണെങ്കിൽ നടന്നു പോകുമ്പോ ഒരു കാറിൽ ഫുള്ള് ക്യാമറ എടുത്തു കഴിഞ്ഞാൽ ചേട്ടൻ പ്രതികരിക്കില്ലേ? കാറിന്റെ അകത്തുനിന്ന് വീഡിയോ എടുക്കുമ്പോ ഞാൻ എടുത്തോട്ടെ വിചാരിക്കും. നല്ലതല്ലേ വീഡിയോ ഒക്കെ എടുക്കാൻ? അകത്ത് ചിരിയാണെങ്കിൽ
ചിരിച്ചോണ്ടൊക്കെ വീഡിയോ നമ്മൾ ചോദിക്കും എന്തിനാ ചിരിക്കണത്. ഈ പറയുന്ന ആരറിയാമോ, ഒരു 500 ക്യാമറയുടെ നടുക്ക് ആ മറ്റേ വനിതാ തിയേറ്ററിന്റെ നടുക്കിടുന്ന തുള്ളിയവനാണ് ഈ പറയുന്നത്. ഇപ്പൊ നിനക്ക് ക്യാമറ എടുക്കുന്നൊക്കെ പ്രശ്നമാണോ? അല്ല, അന്ന് നമ്മൾ ആ ഒരു ഇതാകാൻ വേണ്ടി ചെയ്തു എന്നും പറഞ്ഞ് എപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് ക്യാമറ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആവശ്യത്തിന് നമ്മുടെ പ്രൈവസി വലിയ വലിയ ഇപ്പൊ ഞാൻ പറയാൻ അർഹനാന്ന് അറിയാൻ പറ്റില്ല, പക്ഷെ എന്നാ ഞാൻ പറയാം കേക്കട്ടെ, എന്താണ് അർഹനാണോ അല്ലെന്ന് പറയാം. പറ. ഇപ്പൊ വലിയ വലിയ ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഇപ്പൊ അർജുന അശോകനാണെങ്കിലും പെട്ടെന്ന് ഫോട്ടോ എടുക്കില്ല ബ്രോ എന്ന് പറയാറുണ്ട്. ആരോട്? പറയുന്ന ആൾക്കാരോട്. ഓക്കെ, ഇപ്പൊ എടുക്കാൻ പറ്റില്ല, ഷൂട്ടില്ല, അങ്ങനെയൊക്കെ പറയുമല്ലോ. അപ്പൊ അതേപോലെയാണ് നമ്മളും പറയണ്ടത്, ഇപ്പൊ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് തെറ്റുണ്ടോ? ഒരു കാര്യം കേട്ടോടാ, ഒരാളുടെ പ്രൈവസിയിലേക്ക് കടന്നു കയറുന്നത് തെറ്റാണോ? ഒരാളുടെ പ്രൈവസിയിലേക്ക് കടന്നു കയറുന്നത് തെറ്റാണോ? തെറ്റാണ്. ഇവരാണ് പല നടന്മാരുടെയും നടിമാരെയും പുറകെ പോയിട്ട് തട്ടിയിട്ട് ഒരു ഫോട്ടോ ചെയ്തിട്ടില്ലേ? കഴിഞ്ഞ ദിവസം വരെ ചെയ്ത്. പിന്നെ എന്തിനടുത്ത് എറിയാനൊന്നും ഇല്ലല്ലോ. കഴിഞ്ഞ ദിവസം വരെ ചെയ്തിട്ടാണ് ഇത് കഥ പറയണത്. പക്ഷെ അത് ഒരു ഡിസിപ്ലിനായിട്ട് നമ്മൾ നിക്കണേല്ലേ, നമ്മൾ കാറിനുള്ളിലേക്ക് എടുത്തു കയറണല്ലോ. മനസ്സിലായോ? ഇത് നമ്മുടെ പെർമിഷൻ ചോദിച്ചെടുക്കും. നമ്മള് ഒരു കഴിഞ്ഞ ദിവസം ഷൈനിങ് വന്നപ്പോ ഞാൻ വെയിറ്റ് ചെയ്തു. പുള്ളിയുടെ ഒരു റിവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഒരു ഫോട്ടോ എടുക്കട്ടെ. ഇപ്പൊ ഈ അടുത്ത് പണ്ടെങ്ങനെയായിരുന്നു? പണ്ട് പെട്ടെന്ന് ഓടിച്ചെന്നിട്ട് കുഴപ്പമില്ല, എല്ലാം ശരിയാവും. എല്ലാം ഒരു സമയം വരുമ്പോഴത്തേക്ക് എല്ലാം മാറും. ഇപ്പൊ കുറെ ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഏതിലാ കൂടുതൽ? സോഷ്യൽ മീഡിയയിലാണോ അല്ലെങ്കിൽ നേരിട്ടാണോ? എങ്ങനെയാണ്? ഒരുപാട് സെലിബ്രിറ്റീസ് ലൈക്ക് ചെയ്യുന്നുണ്ട് റീൽസിലൊക്കെ. പറയുള്ള അതെന്താ പേര് പറഞ്ഞ സെലിബ്രിറ്റീസ് ലൈക്ക് ചെയ്യണമെങ്കിൽ പേരും പറഞ്ഞു. ആരൊക്കെ ലൈക്ക് ചെയ്യുന്നത്? ചേട്ടനൊക്കെ ലൈക്ക് ചെയ്യുന്നുണ്ട്. ടിനിച്ചേട്ടനോ? നന്ദിച്ചേട്ടൻ. ടിനിച്ചേട്ടൻ ലൈക്ക് ചെയ്യുന്നുണ്ട് ഓൾറെഡി. നീ ടിനിച്ചേട്ടന് ഇവന്റെ ഒരു വേട്ടോട് കോട്ടെ. എല്ലാ ഇന്റർവ്യൂവിലും ടിനിച്ചേട്ടന്റെ പേര് പറയുന്നുണ്ട്. ആരാണ് മറ്റേ വനിതാ തിയേറ്ററിൽ ഡാൻസ് കളിപ്പിച്ചത് ആരാന്ന് പറഞ്ഞേ? ടിനിച്ചേട്ടൻ പറഞ്ഞിട്ടാ. അത് ഒരു ഇന്റർവ്യൂവിൽ നീ പറഞ്ഞില്ലേ? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു എന്തോ ഒരു കാര്യം ചോദിച്ചപ്പോൾ ടിനിച്ചേട്ടനാണ്. ടിനിച്ചേട്ടനായിട്ട് നേരിട്ട് എങ്ങനെ? നല്ല കമ്പനിയാണോ? ഫോൺ ബന്ധമുണ്ട്. പമ്പ ആരാണ് നിങ്ങൾ? കുറെ പേരുടെ ചോദ്യമാണ്. എവിടെ ശരിക്കും പമ്പയുടെ നാട് എവിടെയാ? എന്റെ പേരൻസ് ഇപ്പോ തൃപ്പൂണിത്തുറയാണ്. ആലപ്പുഴക്കാരാണ് ഞങ്ങൾ ബേസിക്കലി. ഓക്കെ, എന്താ പ്രൊഫഷൻ? എന്താ? ഞാൻ ഡോക്ടറാണ്. ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. എവിടെ? ഞാൻ ബാംഗ്ലൂരാണ്. ഒരുപാട് വർഷമായിട്ട് ബാംഗ്ലൂർ സെറ്റിൽഡാ. ഓക്കെ. ഏത് സെക്ഷനാണോ നോക്കുന്നത്? സൈക്കാട്രിയാണ്. അടിപൊളി, കറക്റ്റ് സ്ഥലത്താ വന്ന് വെട്ടേക്കണേ. എന്തായാലും കൊള്ളാം. ഈ യൂണിവേഴ്സിൽ ഒരാളെ ആവശ്യമുണ്ടായിരുന്നു, ഡോക്ടറെ. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് വീഡിയോസ് ഒക്കെ എടുത്ത്? ഇപ്പൊ എന്താണ്, ആരാധകരുടെ ബഹളങ്ങളാണോ? ആരാധകരും ഉണ്ട്, കൊല്ലാൻ വരുന്നവരുണ്ട്. എന്താ വന്നതിൽ ഏറ്റവും ഫണ്ണായിട്ട് തോന്നിയൊരു കമന്റ് ഏതാ? ഫണ്ണായിട്ട് തോന്നിയത് പലരും, ഞാൻ വിചാരിച്ചു മുമ്പൊക്കെ ഇങ്ങനെ സീരിയലിലൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാരൊക്കെ വന്ന് കാണുമ്പോൾ കരയുകയും അവന് ഇടിക്കടാന്നൊക്കെ പറയുമ്പോൾ അത്രയും ഇൻവോൾവ് ആയിട്ട് അതിനെ സീരിയസ് ആയിട്ട് കാണുന്ന അങ്ങനത്തെ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു മുമ്പ്. അപ്പൊ ഇപ്പോഴത്തെ ചെറുപ്പക്കാരും ഇതൊക്കെ ഈ കണ്ടന്റ്സ് ഒക്കെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നു എന്നുള്ളത് എനിക്ക് കുറച്ച് ഷോക്കിംഗ് ആണ്. അതായത് നമ്മുടെ അമരേന്ദ്രന്റെ ഷോർട്ട് ഫിലിം ഒക്കെ കണ്ടിട്ട് നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണോ, നിങ്ങൾ കല്യാണം കഴിച്ചൂടെ എന്നൊക്കെയുള്ള ഒപ്പീനിയൻ വരുമ്പോ അത് കാണുമ്പോൾ എനിക്ക് തമാശ. എന്താ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇല്ലില്ല, ഞാൻ ഓൾറെഡി മാരീഡ്. ഓക്കെ. അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞേനെ സ്ഥിരം ഡയലോഗ് ഉണ്ട്. അല്ല, ഇത് ഞങ്ങളിപ്പോ ഇങ്ങനെ പോവാണ്, കുറച്ചാളെ കുട്ടിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചിലപ്പോ ഇതിന് മാത്രം നായികമാര്. നിനക്ക് എങ്ങനെ ഇത്ര നായികമാര് വർക്ക് ചെയ്യണല്ലോ? പുള്ളിക്കാരത്തിയാണ് ഞാൻ ഷോർട്ട് ഫിലിമാണ് ചെയ്തത്. പക്ഷെ നിമ്മയായിട്ട് ഇപ്പൊ കുക്കർ ഷോ ആണ് ചെയ്തത്, ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള. പിന്നെ ഒരു റിസോർട്ടിന്റെ പ്രൊമോഷനും വർക്ക് ചെയ്തിരുന്നു. ഇനി ഗ്യാപ്പിട്ട് ഓരോരോ പ്രൊമോഷൻ വർക്കുകളിൽ നമുക്ക് പെൺകുട്ടികൾ വിളിക്കുന്നുണ്ട്, ഷോപ്പുകളുടെയൊക്കെ വിളിക്കുന്നുണ്ട്. ഈ പെൺകുട്ടികളല്ലാതെ ആൺകുട്ടികൾ വിളിക്കുന്നുണ്ടോ? ഞാൻ പലപ്പോഴും വിളിക്കാത്തതാ. വേണ്ടെന്ന് വെച്ചതാ. വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഫെയിമായി നിൽക്കുന്ന സമയത്ത് പണ്ട് 2023 തുടക്കത്തില് ഒരുപാട് പേര് അവഗണിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ വിളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വ്യക്തിത്വത്തെ തന്നെ ഇതാക്കാൻ രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. താല്പര്യപ്പെടുന്നില്ല. നമ്മളൊരു സമയത്ത് നമ്മളെ അവഗണിച്ച കൂടെയുള്ള വർക്ക് ചെയ്ത ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയാം ആളുകൾ. അപ്പോൾ അവരെ നമ്മൾ ഉൾപ്പെടുത്തിയ ഒരു വർക്കിന് വിളിക്കുക എന്നൊക്കെ പറയണത്
ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ പുതിയ ആൾക്കാരെ വിളിക്കാൻ പറ്റും. നമുക്ക് ഇതുവരെ പരിചയമില്ലാത്ത ഇപ്പോൾ ചേട്ടനെ പോലത്തെയൊക്കെ ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. വിളിക്കില്ലെന്നല്ല, എങ്കൂര് വന്നു കഴിഞ്ഞാൽ ഓക്കേടാ, എനിക്കിഷ്ടമായി. ഓക്കെ, കൊള്ളാം. ഇടയ്ക്കിടയ്ക്ക് പറയണോട്ടോ അത്. ഓക്കെ, ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധുല്ലേ ഞങ്ങൾ മുമ്പിൽ അല്ലേ? ആണോ? ബന്ധങ്ങൾ എവിടെയും വെക്കില്ലല്ലേ? അല്ല, പുള്ളിക്കാരത്തെ അല്ല അനാവശ്യം വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് വർക്കിന്റെ അത് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. അല്ലാണ്ട് വേറെ വിശേഷം പറച്ചില്ല ഒന്നുമില്ല. ശരി. അലൻ ജോസ് ആറാട്ടണ്ണോ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ മാത്രം ഒരു മെസ്സേജോ ഒരു കോളോ, അത് കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്കില്ല. നേരിട്ട് കാണുമ്പോൾ ജസ്റ്റ് എവിടെയോ കണ്ട ഒരാളെ പോലെയാണ്. എന്തായാലും ഇപ്പോൾ പമ്പ എന്താ പറയുക, ഇപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് അത്യാവശ്യം ആളുകളൊക്കെ അറിഞ്ഞു. ഇപ്പോൾ പേഷ്യൻസ് ഒക്കെ വീഡിയോസ് ഒക്കെ കാണുന്നവരുണ്ടോ? കുറച്ച് പേര്. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അധികം മലയാളി പേഷ്യൻസ് ഇല്ല, കൂടുതലും നോർത്ത് ഇന്ത്യൻസ് അല്ലെങ്കിൽ കന്നഡിക ആൾക്കാരാണ് കൂടുതലും. ഇൻവൈറ്റ് ചെയ്തോ ആരെങ്കിലും സിനിമയിലേക്ക്? ഓഫറുകൾ വന്നു തുടങ്ങി? ഡയറക്ടേഴ്സ് ഒക്കെ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, സിനിമ ഡിസ്കഷൻ നടക്കുന്നു. ഓക്കെ, അടിപൊളി. എനിക്ക് സിനിമ ചെയ്യണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല, നല്ല ക്യാരക്ടേഴ്സ് വരിക എന്നുള്ളത്. എങ്ങനെയാണ് അലൻ ജോസിന്റെ കൂടെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? അലൻ എന്നെ കോണ്ടാക്ട് ചെയ്തത് ആക്ച്വലി ഒരു ഐറ മീഡിയയുടെ കൂടെ ഞാൻ ഒരു റീക്രിയേഷൻ ചെയ്തിട്ട് അതിങ്ങനെ കുറച്ച് പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അലൻ എന്നെ വിളിച്ചത് ഇങ്ങനെ എൻ്റെ കൂടെ അഭിനയിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു, ഇവിടെ ഗേൾസ് ഉണ്ട്, ലേഡി ഒരു ഡയറക്ടറും ഉണ്ട്, ധൈര്യമായിട്ട് വന്നോളൂ. സേഫ് ആണെന്ന് പറഞ്ഞു, ഇൻഡസ്ട്രി സേഫ് ആണ് അല്ലേ അല്ല? ഓക്കെ, എന്നിട്ട് അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ എല്ലാവരോടും പറഞ്ഞിട്ടാണോ വന്നേ ഇങ്ങനെ അലൻ ജോസിന്റെ കൂടെ? അലൻ ജോസ് അവിടെയൊക്കെ ഫേമസ് അല്ലേ? ഫേമസ് ആണ്. ബാംഗ്ലൂർ വന്നപ്പോഴും ഒത്തിരി പേര് അപ്രോച്ച് ചെയ്യുമൊക്കെ ഉണ്ടായിരുന്നു. ആണല്ലേ? അപ്പൊ അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞായിരുന്നു അലന്റെ കൂടെ ഇങ്ങനെ ഒരു പറഞ്ഞായിരുന്നു ചെയ്യാമെന്ന്? ഓക്കെ, അലനിലെ ഡയറക്ടറാണോ അലനിലെ നടനാണോ അടിപൊളിയായിട്ട് തോന്നിയത്? ഡയറക്ടർ, പ്രൊഡ്യൂസർ. നീ പ്രൊഡ്യൂസർ കൂടിയാണോ? ഷോർട്ട് ഫിലിം ഒക്കെ ചെറുതായിട്ടൊക്കെ. അപ്പൊ ഈ പൈസ കിട്ടുന്ന പൈസ വരുമാനം ഒരു ദിവസം 13,000 വരെ കിട്ടുന്നുണ്ട് ചില ദിവസങ്ങളിൽ. നീ എന്റെ അടുത്ത് പൈസയുടെ കണക്ക് പറയുമ്പോ ദൈവത്തോട് നോക്കി കണ്ടും പറയണം. ചില ദിവസങ്ങളിൽ കിട്ടുന്നതാണ്. ചില ദിവസങ്ങൾ 6,000, 5,000 ആ റേറ്റ് കിട്ടാറുണ്ട്. അത് കുട്ടി വെച്ചിട്ട് നമുക്കൊരു നല്ലൊരു എമൗണ്ട് ആകുമല്ലോ. അപ്പൊ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വർക്ക് ഇറക്കാറുണ്ട് 10,000 രൂപ 10,000 രൂപയുടെ വർക്കൊക്കെ ചെയ്യാറുണ്ട്. ഷോർട്ട് ഫിലിം ഒക്കെ നമ്മൾ തന്നെ ചെയ്യുന്നത്. കാരണം നമ്മൾ തന്നെ ചെയ്യുമ്പോൾ അതിൽ ഒരു ഇന്ന പോലെ ചോദിച്ചു അതുപോലെ ചോദിച്ചു എന്ന് പറയൂലല്ലോ. ഇപ്പൊ നടിമാരുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് വേണ്ടി അറിഞ്ഞാൽ മതിയല്ലോ. അതെ, തീർച്ചയായിട്ടും. എന്തായാലും പ്രൊഡ്യൂസർ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഓരോ വർക്ക് ചെയ്യുന്നത്. ആക്ടിങ് എങ്ങനെയുണ്ട്? ആക്ടിങ് നല്ലതാണ്, കുറച്ച് മെച്ചപ്പെടുന്നുണ്ട്. ഓരോ ഷോർട്ട് ഫിലിം ആയിട്ട് ഇപ്പം മെച്ചപ്പെടുന്നുണ്ട്, ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇപ്പൊ നമുക്ക് നല്ലൊരു ഡയറക്ടറും കൂടി ഉണ്ടെങ്കിൽ ഐ തിങ്ക് കുറെ കൂടി നന്നായി ചെയ്യാൻ പറ്റും. അടുത്ത വർഷം ഒരു ഫുൾ മൂവി ചെയ്യണമെന്നാണ് ആഗ്രഹം. പതുക്കെ എന്നോട് ഇതിനു മുമ്പ് ആസിഫലിനെ വെച്ചിട്ട് അങ്ങോട്ടല്ലേ ഒരു പടം പ്ലാൻ ചെയ്തത്? അല്ല, ഇതിപ്പോ ആസിഫിക്കാനല്ല, ഇതിപ്പോ നമ്മളെ തന്നെ സർക്കിളിൽ ഒരു 1 hour മൂവി തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള പ്ലാനിങ് ഉണ്ട് 2026-27 കാലഘട്ടത്തിൽ. ചെയ്യും. ക്യാമറ മേടിച്ചു നമ്മൾ സ്വന്തമായിട്ട്? ഇല്ല, നമ്മൾ റെന്റിന് എടുക്കണം. ആ കയ്യിലിരിക്കുന്ന ക്യാമറ റെന്റിന് എടുക്കണം. ഓക്കെ. എന്തായാലും ഇപ്പൊ നിങ്ങൾ ഒരുമിച്ചിട്ടുള്ള കുറെ വീഡിയോസ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഈ ക്രിസ്മസ് സീസണിൽ അയ്യോ അതിലേക്ക് വരട്ടെ, എന്തായിരുന്നു ക്യൂൻസ്വേയിൽ നടന്നത്? ഒരു എന്താ പറയാ, പപ്പാലി എന്ന് വിചാരിച്ച ആൾക്കാർ വണ്ടി എടുത്ത് നോക്കിയപ്പോ ദേ കിടക്കണ പമ്പ മരത്തിന്റെ ചോട്ടില്. ഇതൊക്കെ എവിടെ നിന്നാണ് ഇത്ര ഐഡിയാസ് ഒക്കെ വന്നത്? ഞാന് ഒരു ഹോളിവുഡ് മൂവി ഉണ്ട് മീൻ ഗേൾസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിലിങ്ങനെ ഒരു ജിംഗിൾ ബെൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു സോങ് ഉണ്ട്, കണ്ടിട്ടുണ്ടല്ലോ? അപ്പൊ അതൊന്ന് കണ്ടപ്പോ തൊട്ട് എനിക്കൊരു ക്രിസ്മസ് മാമ്പ ആയിക്കൂടാന്ന്. അതാണ് ഇവിടെ നമ്മള് ചെയ്തത്. ഇൻസ്പിറേഷൻ. വെരി ഗുഡ്. നമ്മുടെ ഇൻസ്റ്റയിൽ ഫോളോവേഴ്സിന്റെ എണ്ണം ഭയങ്കരമായിട്ട് കൂടിയില്ല അത് കഴിഞ്ഞിട്ട്? അതെ. അപ്പൊ അങ്ങനത്തെ കണ്ടന്റിന് ഭയങ്കര റീച്ച് ഉണ്ടെന്ന് മനസ്സിലായി. എന്തായാലും കൊള്ളാം. എന്താടാ കൂടെ നിനക്ക് അഭിനയിക്കാറില്ലേ? അന്ന് എനിക്ക് വേറെ ഹാലിന്റെ ഒരു പ്രൊമോഷന് പോയി. ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് അറിയോ, പമ്പ വന്നേ പിന്നെ പലരും ഒഴിവാക്കിയെന്നാണ് ഈ യൂണിവേഴ്സിൽ ഒരു സംസാരം നടക്കുന്നത്. ആറാട്ടണ്ണൻ, മറ്റേ പിന്നെ ആരായിരുന്നു നമ്മുടെ ആട്ടയം അല്ലേ, കുറെ പേര് എന്ത് പറ്റി? അവരൊക്കെ എന്താ ഒഴിവാക്കിയിട്ടില്ല, അവര് വർക്കിലുണ്ടല്ലോ അല്ലേ? അതെ, ഇന്ന് എന്നെ വിളിച്ചിരുന്നു ഒരു ഷോർട്ട് ഫിലിമിന്റെ കാര്യം പറയാൻ. കറക്റ്റ് ആയിട്ട് എപ്പോഴും വിളിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നത് ആരാണ്? അലൻ തന്നെയാണ്. ഓക്കെ.
രഞ്ജോസ് എന്തായാലും എന്തൊക്കെയുണ്ടെങ്കിലും ഒരു ടേക്ക് കെയർ ചെയ്ത് നിൽക്കാറുണ്ടല്ലോ നമ്മുടെ കൂടെ. അതായത് ഒരു ഇന്ന ഡേറ്റ് ഒരു വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ കാണുന്നത് ഇപ്പോൾ ഫോട്ടോഷൂട്ട്സ് ഒക്കെ ആണെങ്കിലും ഡേറ്റ്സ് മാറ്റുക, അതിൽ പറയുന്ന കാര്യങ്ങൾ പ്രോമിസ് ചെയ്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. പക്ഷെ അലന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരു ഡേറ്റ് പറഞ്ഞാൽ ആ ഡേറ്റിൽ എന്തായാലും ഷൂട്ട് ഉണ്ടാവും, കൃത്യസമയം പറഞ്ഞാൽ ആ കൃത്യസമയം ഓൺ ഡോട്ടിൽ ആളെത്തിയിട്ടുണ്ടാവും. അടിപൊളിയാണ്, അത് ഇഷ്ടമായി എനിക്ക്. ചുമ്മാ തമാശകളിയല്ല, ഒരു വർക്കിനെ നീ സീരിയസ് ആയിട്ട് എടുക്കണ്ട. അത് ആൾക്കാരെ കണ്ടിട്ട് ഏത് തരത്തിൽ അഭിപ്രായം പറഞ്ഞൊന്നും നോക്കണ്ട. നല്ല കാര്യങ്ങൾക്ക് എപ്പോഴും കറക്റ്റ് 6:30 എത്തി. അതെനിക്ക് ഇഷ്ടമായി. അതൊക്കെ ആ ഒരു പങ്ക്ച്വാലിറ്റി ഒക്കെ നല്ലതാണ്. അല്ല ഇവനെ പലരും പല രീതിയിൽ കളിയാക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ ഇന്റർവ്യൂ അധികം കളിയാക്കലുകൾ കിട്ടിയിട്ടില്ല. പക്ഷെ പല ഇന്റർവ്യൂവിലും ഭയങ്കരമായിട്ട് ഇവനെ ഭയങ്കര മോശമായിട്ടൊക്കെ കളിയാക്കാറുണ്ട്. പക്ഷെ ഇവൻ ചെയ്യുന്ന കുറെ നല്ല കാര്യങ്ങൾ ഞാൻ എടുത്ത് പറയാറുണ്ട്. പെട്രോൾ പമ്പിൽ വരെ ജോലിക്ക് നിന്നിട്ടുണ്ട് ഇല്ലേ, ചെരുപ്പടയിൽ ജോലിക്ക് നിന്നിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്തുനിന്ന് ജോലിക്കൊക്കെ നിന്നിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് സിനിമ എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് വന്നു. ഇപ്പോൾ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകളാണെങ്കിലും അതിനകത്ത് ഇപ്പോൾ പമ്പ പറഞ്ഞ പോലെ നല്ലൊരു ഡയറക്ടർ വന്നാൽ ചിലപ്പോൾ നിനക്കൊക്കെ നന്നായി ചെയ്യാൻ പറ്റും. നല്ലൊരു ഡയറക്ടറെയൊക്കെ കൊണ്ടുവരിക. നിങ്ങളുടെ ടീമാണ് എപ്പോഴും പ്രശ്നം. എപ്പോഴും തല്ലി പിരിഞ്ഞ് പോവുക, കുറച്ചൊരു കേസ് കൊടുക്കുക. അതെന്തൊരു ടീം കറക്റ്റായിട്ട് മുമ്പോട്ട് പോവാത്ത? അങ്ങനെയുള്ളവരൊന്നും വെക്കുന്നില്ല നമ്മള്. ഇപ്പൊ പുതിയ പുതിയ കേസുകളൊക്കെ പൊങ്ങി വന്നിട്ടുണ്ടല്ലോ. പമ്പേനെ നിയമനം വെച്ചപ്പോൾ അവർക്കൊരു പേര് ഞാൻ പറയുന്നില്ല വ്യക്തിയെ, കാരണം വെറുതെ പറഞ്ഞ് ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം പുള്ളിക്കാരത്തിൻ്റെ പ്രശ്നം പമ്പേനെ നിയമം വന്നപ്പോൾ ആ ഒരു ഈഗോ വന്നു. പുള്ളിക്കാരത്തിന് ആഡ് ചെയ്യണം, പുള്ളിക്കാരത്തേക്ക് പമ്പയുടെ അത്രയും പൈസ കൊടുക്കണം. മനസ്സിലായി? നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ നമുക്ക് പൈസ കൊടുത്തിട്ടുണ്ട് ഷോർട്ട് ഫിലിമിലൊക്കെ വർക്ക് ചെയ്യപ്പോൾ അല്ലേ. പ്രൊഡ്യൂസർ ആയിരുന്നു സംസാരിക്കുന്നത്. അതെ, നമുക്കൊരു ചെറിയൊരു ടാസ്കിലേക്ക് പോയാലോ? ഓക്കെ, റെഡി അല്ലേ? പമ്പ വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കര എനർജിയാണ് കേട്ടോ. ഇപ്പൊ ഇന്റർവ്യൂല് ഭയങ്കര പാവത്തിനെ കൂട്ട് പതുങ്ങിയിരിക്കുന്നത് എന്താണ് അങ്ങനെ ഓണാവാത്ത? ഞാൻ കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. ഒരു ഒലക്ക് കിട്ടൂ. ഇൻട്രോവേർട്ട് ആണ് സത്യമായി പറഞ്ഞത്. ഞാൻ അനാവശ്യമായിട്ട് ഒന്നും സംസാരിക്കാറില്ല. ഷൂട്ട് ചെയ്യും, അത് കഴിയുമ്പം സൈലൻസ്. ഓക്കെ, എന്നാ ഇൻട്രോവേർട്ടറൊക്കെ ഇപ്പൊ നമുക്ക് തീരുമാനമാക്കാം. നമുക്ക് ചെറിയൊരു ടാസ്കിലേക്ക് പോയാലോ? അല്ല, റെഡിയാണോ? റെഡിയാണ്. പമ്പ റെഡി അല്ലേ? ഓക്കെ. ഇതിലാർക്കാ നന്നായിട്ട് വരയ്ക്കാൻ അറിയുന്നത്? നന്നായിട്ട് വരയ്ക്കാൻ അറിയുന്നവർക്കാ? ഞാനായിരിക്കും. ആണോ? ഓക്കെ, എന്നാ നമുക്ക് ഫസ്റ്റ് പമ്പനോട് തുടങ്ങട്ടെ. റെഡി? പമ്പ അതിൽ നിന്നൊരു പേപ്പർ പിക്ക് ചെയ്തോളൂ. എന്നെ കാണിക്കരുത്. ഇനി ആ സിനിമയുടെ പേര് എന്താന്ന് വരച്ച് കാണിക്കും. പമ്പയുടെ ഉള്ളിലെ രവിവർമ്മേനെ അങ്ങോട്ട് ഉണർത്തുക. അയ്യോ, ഒന്നുകൂടി ചിരിച്ചേ. കഴിച്ച് എടാ അങ്ങോട്ട് അടിച്ചു കൊടുക്ക്. ആ സിനിമയുടെ പേര് പറഞ്ഞോ? മുയലാണ്, ആമയമ്മൂലാണ്. നോട്ട് തിരിച്ചേ. ഇത് കണ്ടിട്ട് നിനക്ക് മുയലായിട്ട് തോന്നി? അപ്പുറത്ത് ആ തിരിയിൽ തീ കൊടുത്താൽ പൊട്ടിത്തെറിക്കും അത്. എന്താ നോക്ക്. ഇല്ല, തെറ്റി. ഒരു ക്ലൂ കൂടി. ഇതെന്താന്നാ തോന്നണേ? അല്ല പറ, അതെന്താ വരച്ചേക്കണേ? ആ തല കണ്ടിട്ട് എന്തിട്ടാണ് തോന്നണേ? പൂച്ച, പട്ടി. പൂച്ചയും പട്ടിയും കാണിച്ചേ? ഇത്ര അധികം സാധനങ്ങളോ? തോറ്റ ഉറപ്പാണോ? പെരിച്ചാഴി ആണോ? ആ പെരിച്ചാഴി ഒന്ന് കാണിച്ചു കൊടുത്ത ക്യാമറയിലേക്ക്. പൊന്നേ, ഞാൻ വിചാരിച്ചു പിന്നെ പൊട്ടിക്കാൻ പറ്റാൻ ഗുണ്ടാന്ന്. ആ ചൂരിലിങ്ങനെ അവിടെ ചൂരിലിരിപ്പുണ്ട്. ജിൻസി അവിടെ ചൂരിലിരിപ്പുണ്ട്. ഇത്തരം പറഞ്ഞില്ലെങ്കിൽ ഒരു അടിയാണ്ടാ. അല്ല, കൈ നീട്ടു. മേടിച്ചോ? ഓ ഓക്കെ. ഇനി അടുത്ത അല്ലെടുത്തോ. അല്ലെടുക്ക്. നിങ്ങൾ ആരെയും കാണിക്കണ്ട. വരയ്ക്കണോ? അങ്ങോട്ടേക്ക് ചരിച്ചിട്ട് വരച്ചേക്കെ. എന്തോ കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടാ. കഴിഞ്ഞോ? കാണിച്ചു കൊടുക്ക്. ഒന്നും കൂടെ ഇരിച്ചേ. ഒന്ന് ഈ ക്യാമറയിലേക്ക് കാണിച്ചേ. സുഹൃത്തുക്കളെ, ഇതെന്താന്ന് എനിക്ക് പോലും മനസ്സിലായിട്ടില്ല. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. സിനിമയുടെ പേര് പമ്പയ്ക്ക് അറിയാമോ? ഇത് പാമ്പാണോ? പാമ്പാണോ? മനസ്സിലാവില്ല. പാമ്പാണോ ഇത്? ഈ സിനിമാ പേരോട് യാതൊരു ബന്ധമില്ലെങ്കിൽ വീണ്ടും കിട്ടൂടാ അടി. പാമ്പാണോ ഇത്?
അല്ല ഒരു ക്ലൂവും കൂടി വേണമെങ്കിൽ വരച്ചു കൊടുക്ക് എന്തെങ്കിലും. പറയാൻ പറ്റുമോ? ഇത് നോക്കട്ടെ. കത്തിയാണോ ഇത്? കത്തിയാണോ? ഇങ്ങനെ കാണിച്ച് തിരിച്ച്. എടാ നേരത്തെ വരച്ചതിലൊരു വരയും കൂടി വരച്ച് ഇത്രയല്ലേ ഉള്ളൂ. ഇത് കത്തിയാണോ? കത്തി എപ്പോഴും ഉപയോഗിക്കുന്നതാണെന്ന് പറയാം അല്ലേ? എപ്പോഴും എനിക്ക് പമ്പ തോറ്റോ? ഞാൻ തോറ്റു. ഓക്കെ ഞാനും തോറ്റു. പറയൂ എന്താണ് ഉത്തരം? മങ്കിപ്പൻ. അയ്യോ ഒന്ന് കാണിച്ചേ. ഓ എടാ ഒരു കൊണ്ടുപോടാ ഒലക്ക് കൊണ്ടുപോവാ. ദൈവമേ കുഴപ്പമില്ല. എന്തായാലും ഇത്രയും മനോഹരമായിട്ട് വരച്ചു. ഇതിലും ഒരു മങ്കീനോ നീ ഒരു മങ്കീനോ വരച്ചേ? അറിയില്ല കേട്ടോ. അറിയില്ല. കുഴപ്പമില്ല പോട്ടെ. കൊടുത്തോ അടി കൊടുത്തോ. എന്തായാലും ഇരിക്കട്ടെ. ആർക്ക്? പമ്പയ്ക്ക് ഇത്തരം പറഞ്ഞില്ലല്ലോ. ഉമ്മേ അവസാനം പൊരിഞ്ഞിട്ടിയാണ് കൂടെ. ഓക്കെ പമ്പ അടുത്ത് വെക്കി. ഇതെല്ലാം വരക്കണം. വേണ്ടോടാ അയ്യോ ഇതിലൊരു താജ്മഹൽ പണിയും. പ്രയാസമുള്ള കാര്യം. ഓക്കെ കഴിഞ്ഞ് സിമ്പിളായിട്ട് വരച്ചു കഴിഞ്ഞട്ടാ. നോക്ക് മല. മല അതിൽ നിന്ന് വരുന്ന അതിൽ നിന്ന് വരുന്നത് എന്താ? സിനിമയാണോ? അല്ല ഇതിന്ന് വരുന്നത്. സിനിമയുടെ പേര്. പോരട്ടെ കിട്ടും. സൂര്യമനസ്സോ? പോരട്ടെ നെക്സ്റ്റ്. എത്തി അടുത്തെത്തി. അറിയില്ല. ഒരു ക്ലൂ കൊടുത്തേക്ക്. അല്ല എന്റെ ഫേവറേറ്റ് ആക്ടറാണ്. ആരാ? അല്ല ഏറ്റവും ഫേവറേറ്റ് ആക്ടർ ആരാ? ദിലീപേട്ടൻ്റെ മൂവിയാണ്. മലയുടെ സൂര്യന്റെ അടുത്തുനിന്ന് വരുന്നൊരു സാധനം എന്താ? നിങ്ങൾ കിടക്കുന്നു രാജസൂയം. പോരട്ടെ. നമുക്ക് എന്താ സൂര്യന് കിട്ടുന്നത്? എന്താ കിട്ടുന്നത്? സൂര്യനിൽ നിന്ന് കിട്ടുന്ന ദിലീപേട്ടന്റെ പടം ഏതാണ്? വെളിച്ചം. അതുപോലെ തന്നെ. പോരട്ടെ. തിളക്കം. പോരട്ടെ. അടുത്തത് പറയടാ. അവിടം വരെ എത്തി. വെട്ടം. ഓ കമോൺ. കൊള്ളടാ മിട്ടിക്കൻ. കൊടുത്തോ ഒരെണ്ണം കൂടി കൊടുത്തോ. ഓക്കെ ചോദിച്ചു പഠിച്ചതാ. ഇനി അല്ലെടുത്തോ. ഏറ്റവും നന്നായിട്ട് വരച്ചവർക്ക് ഗിഫ്റ്റ് ഉണ്ട് കേട്ടാ എല്ലാം കഴിയുമ്പോ. സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും. ആ ഡസ്റ്റ് റൈസ് ഒന്ന് തുടച്ചേക്ക്. നമ്മൾ നോക്കിക്കോ എന്താ വരയ്ക്കണമെന്ന് നോക്കിക്കോ. ക്ലൂ ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കിട്ടിയാലോ. ഇത് കോഴിയോ? കോഴിയല്ല ഇത് വേറെ എന്തോ സാധനം. കൊളക്കോഴിയോ? ഇതൊക്കെ കണ്ടിട്ട് കൊളക്കോഴിയായിട്ട് തോന്നി. ഒന്ന് ഈ ക്യാമറയിലേക്ക് കാണിച്ചടാ. അമ്മയുടെ കൊളക്കോഴിനെ കണ്ടോ? അവിടെ കണ്ടോ? ഇത് അല്ലന്റെ കൊളക്കോഴിയാ. അല്ല ഇത് എന്താണ് നീ വരച്ചു വെച്ചേക്കണ? പെട്രോൾ പമ്പിൽ മറ്റേ സാധനം പോലെ ഉണ്ട് ഇല്ലേ? അതന്നെ. അതല്ല. ഇത്ര അടിപൊളിയായിട്ട് പമ്പ നേരത്തെ ക്ലൂ വന്നു. അല്ല പറഞ്ഞോ. മൃഗമാണ്. അടിപൊളി ക്ലൂ. ഒന്ന് തിരിച്ചേ മൃഗത്തിനെ കാണിച്ച്. ഇത് എനിക്ക് ആധുനിക കാലത്ത് ജുറാസിക് പാർക്കൊക്കെ അല്ലെ ആ ഒരു ഡൈനോസറുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമല്ലേ? പ്രാചീനമായ എന്തോ ഒരു പക്ഷി. പോരട്ടെ. ക്ലൂ പറഞ്ഞോ. കാട്ടിലെ മൃഗമാണ്. എടാ അയ്യോ കാട്ടിലെ മൃഗോ? നരസിംഹമാണോ? അല്ലല്ല. എന്റെ പമ്പേ എങ്ങനെ? അതിന്റെ വേറെ ഓപ്പോസിറ്റ്. പുലിവാൽ കല്യാണമാണോ? അല്ല അത് എന്റെ ഫേവറേറ്റ് ആക്ടറിന്റെ മൂവിയാ. ദിലീപേട്ടന്റെ വീണ്ടും അഗൈൻ. ആ മൃഗം നമുക്ക് എന്തെങ്കിലും തരൂ? നമുക്ക് എന്തെങ്കിലും ഗുണമുള്ളതാണോ? ഇല്ല. ഒരു ഗുണമില്ലാത്ത മൃഗം. കാട്ടിലെ മൃഗം. കാട്ടിലെ മൃഗം അല്ലേ? കടിച്ച ചാവും. ഈ മൃഗം കടിച്ച ചാവും. ഓ ഓ ഓ ഒന്നും കൂടെ തിരിച്ച് ഇങ്ങനെ ക്യാമറയിലേക്ക് കാണിച്ചു കൊടുത്തേ. നീ അതിനാണ് ഈ വരച്ചു വെച്ചേ. സിംഹമാണോ ഇത്? അല്ലല്ലോ. അതിന്റെ വേറെ ഓപ്പോസിറ്റ്. അതിന്റെ ഓപ്പോസിറ്റ് എന്താ? പുലിയോ? വേറെ ഓപ്പോസിറ്റ്. സിംഹത്തിന്റെ വേറെ അല്ല. സിംഹത്തിൽ തന്നെ വേറൊരു പേര്. ദിലീപേട്ടന്റെ പടം സിംഹത്തിന്റെ മറ്റൊരു വെർഷൻ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം, ഹിന്ദിയിൽ പറയാം. അതാ ഫൈനലി അലൻ പറയൂ എന്താണെന്നത്. ലയൺ. ഇനി ഞാൻ വരച്ചു വന്ന് കാണിച്ചു കൊടുത്തേ. ഇതാണ് ഇവിടെ കാട്ടിലെ രാജാവിനെയാണോ നീ കാണിച്ചു വെച്ചേക്കുന്നത്? ലയന്റെ വേറെ വെർഷൻ പറയാൻ പറഞ്ഞില്ലേ? ഓക്കെ ലാസ്റ്റ്
പാമ്പാറിനും കൂടി എടുത്തു. എന്തോ കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. തറ എന്താ എഴുതിയത് ഇപ്പോൾ? ഏറെക്കുറെ അതുപോലൊക്കെ തന്നെ. ഇത് ഒറ്റയടിക്ക് അലൻ ജോസിന് മനസ്സിലാവും, കാരണം കാര്യമായിട്ട് കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട്. ലാസ്റ്റ് ക്ലൂവും കൂടി വരച്ചു വെച്ചിട്ടുണ്ടേ. എല്ലാം വരച്ചു വെച്ചിട്ടുണ്ട് ഞാൻ. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇതാ ഇതാ. ഓ എനിക്ക് കിട്ടി. അതെന്തൊക്കെയെന്ന് പറഞ്ഞാൽ മതി. ഇവിടുത്തെ ആരോ ആണ്. മനസ്സിലായി, പറയട്ടെ. പുണ്യാള ബത്തീസ്. ആരോ. ഇതെന്താ സാധനം? കൈപ്പത്തി. ഇതെന്താ? കുരു. കൈപ്പത്തിയിൽ കുരു. കാണിച്ച് ഒന്ന്. എടോ, ഒരു കലാകാരനെ ആക്ഷേപിച്ചത് നീ. കയ്യിൽ എന്താ വന്നത്? വാല്. ആനവാൽ മോതിരോ? ഓ, നൈസ് നൈസ് നൈസ്. ഒരെണ്ണം വരയ്ക്കട്ടെ? വരച്ചോ. അവിടെ കടിക്കാം, അവിടെ. ഇതെന്താ ഓടക്കുഴലോ? നോക്ക്. പുഴുവാണോ ഇത്? പുഴുവാണോ? അതിന്റെ വേറെ ഓപ്പോസിറ്റ്. പട്ടാമ്പൂച്ചിയോ? പുഴു എന്റെ ജീവിയുടെ വേറെ ഓപ്പോസിറ്റ്. നമുക്ക് കഴിക്കുന്ന ഭക്ഷണമോ? ആരോടോ? ആരുടെ സിനിമയാണ്, സിനിമ പേരാണ്. ചെമ്മീനോ? ചെമ്മീൻ കാണിച്ച്. എന്റെ ദൈവമേ, അലൻ ജോസിന് ചെമ്മീനെ കണ്ടോ? നീ കണ്ടില്ലെന്ന് പറയരുത്. എടാ, നിന്റെ ഏത് ചെമ്മീനാണ് ഇവരെ സ്കൈല് പോലെ ഇരിക്കുന്നത്? ഓടക്കുഴലെന്നൊക്കെ അവിടെ എഴുതി കൂടി വെച്ചേക്കണോടോ ചെമ്മീൻ. കുഴപ്പമില്ല, ഒന്നുകൂടി കാണിച്ച്. നിന്റെ ഉള്ളിലെ കലാകാരനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ആൾക്കാരെല്ലാവരും. ഓക്കെ മോനെ, മജു. ഓക്കെ, ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. പമ്പ വരയ്ക്കുന്നുണ്ടോ? ഒറ്റ പേരും കൂടി. ഓക്കെ. കഷ്ടപ്പെടും, എന്നാലും കുഴപ്പമില്ല. വായിക്കുന്ന ഇത്രയും അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട്. ഇനി പറഞ്ഞോ, പേര് പറഞ്ഞോ. ഫാമിലി. പോരട്ടെ? ഫാലിമി. പോരട്ടെ? ഇവര് തമ്മിലുള്ള കണക്ഷൻ ആണോ പറഞ്ഞേ? ഓക്കെ, എന്തായിരിക്കും ആ ഒരു കണക്ഷൻ? എന്തായിരിക്കും ഒരു ഇമോഷൻ, വികാരം. ഭാര്യയും ഭർത്താവും. ഭാര്യയും ഭർത്താവും. വികാരം, ഇമോഷൻ. ഇമോഷൻ, ലവ്. അതിന്റെ തന്നെ മലയാളം. പ്രേമം. ഓ കമ്മോൺ. അങ്ങനെ അതിവിജയകരമായി നമ്മുടെ ടാസ്ക് എല്ലാം പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടാസ്കുകളെല്ലാം വളരെ വിജയകരമായി നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഈ ടാസ്ക് കേട്ടോ, ഇനി വേറൊരു ടാസ്ക് കൂടി വരുന്നുണ്ട്. ഇനി നമ്മുടെ അടുത്ത വിശേഷങ്ങളിലേക്ക് പോവാം. എന്താണ് നിങ്ങളുടെ പുതിയ പ്രോഗ്രാമുകളൊക്കെ? എന്താണ് പുതിയത്? ഇപ്പോൾ രണ്ട് ഷോർട്ട് ഫിലിം റിലീസായിരുന്നു. ഡോക്ടർ അമരനാഥ് പ്രണയത്തിലാണ്, പിന്നെ എസ് എ ഡേവിഡ്. അതിപ്പോൾ രണ്ട് ഷോർട്ട് ഫിലിമാണ് നമ്മൾ ഒരുമിച്ച് പരിചയപ്പെട്ട് തുടങ്ങിയത്. ഇനിയും ഒരുപാട് ഷോർട്ട് ഫിലിംസ് പ്ലാനിലുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു നീണ്ട ലിസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. ആണോ? കുറെ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താണ് അലൻ ജോസിന്റെ ആഗ്രഹം? എന്താണ്? നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുക. തൽക്കാലം ഷോർട്ട് ഫിലിം ചെയ്യുക. പിന്നെ നമ്മളെ കൊണ്ടാവുന്നതെല്ലാം ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വെച്ച് വിളിക്കുന്ന കുറച്ച് പ്രൊജക്ട്സും ഉണ്ട്, ആൽബംസും സിനിമകളും ഉണ്ട്, സീരിയലും ഉണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ ആയിട്ടുള്ള സമയം വരുമ്പോൾ ചെയ്യുക എന്നുള്ള എൻ്റെ സിനിമ റിലീസായത് ബാഡ് ബോയ്സ് മാത്രമാണ്. അമർനാഥ് സാറിന്റെ പുള്ളിയുടെ പുതിയ പടം സംസാരിച്ചിട്ടുണ്ട്. മൂവിയില്ലേ അത് വരുവാന്നറിയില്ല. മറ്റേ ഗുലാം തട്ടോട് വരാൻ ചാൻസ് ഉണ്ട്. ചെയ്തു വെച്ചിട്ടുണ്ട്, ഇറങ്ങാനുണ്ട്. അഭിനയിക്കാൻ തന്നെയാണ് ആഗ്രഹം. ഇനി ജനുവരി മുതൽ എന്തായാലും പുതിയ പടങ്ങൾ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. സംസാരിച്ചിട്ടുണ്ട്, എന്നാലും വരും, വൈകട്ടെ. ഓക്കെ.
സിനിമ ഡയലോഗ് ആരാന്ന് ഞാൻ ഒരു വഴിപോക്ക്. ഇത് വഴിപോക്കാനുള്ള സ്ഥലമല്ല. ആശ്രയിക്കാൻ നമ്മളാരാണാവും. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇതാരാ കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെടുത്തും. അതുകൊണ്ട് ഇപ്പൊ എന്താ? നവരസങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? ശൃംഗാരം, കരുണം, ഹാസ്യം, ഭയാനകം, ബീഭത്സം. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. ഞാൻ പോകുന്നു. ബൈ.